നീറ്റും നെറ്റും പ്രത്യേകമായി ചർച്ച ചെയ്യില്ലെന്ന പിടിവാശി എൻ.ഡി.എ സർക്കാർ തുടരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിന്റെ വരും ദിവസങ്ങളും പ്രക്ഷുബ്ധമാകും. ബുധനാഴ്ച വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് അജണ്ട. വെള്ളിയാഴ്ച ലോക്സഭ സ്തംഭിച്ചു. രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പരീക്ഷാ കുംഭകോണം പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത് ക്ഷീണമാകുമെന്ന വിലയിരുത്തലിലാണ് സർക്കാരിന്റെ പിടിവാശി. തിങ്കളാഴ്ച പാർലമെന്റ് ചേരുമ്പോൾ പരീക്ഷാ കുംഭകോണത്തിന് പുറമെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ട്രെയിൻ അപകടങ്ങൾ ഉൾപ്പെടെ റെയിൽവേ നേരിടുന്ന പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാജ്യസഭ വെള്ളിയാഴ്ച തന്നെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ സഭ ബഹിഷ്കരിച്ചതിനാൽ ഭരണമുന്നണി അംഗങ്ങൾ മാത്രമാണ് ചർച്ചയിൽ ആദ്യ ദിവസം പങ്കാളികളായത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. നീറ്റ് വിഷയത്തിൽ വിവിധ പാർട്ടികൾ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നീറ്റ് വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. അതോടൊപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. പരീക്ഷാ കേന്ദ്രങ്ങളും കോച്ചിംഗ് സെന്ററുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. NTA ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർക്കും ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ടെന്നാണ് CBI ആരോപിക്കുന്നത്. അതേസമയം ചോദ്യപേപ്പർ ചോർന്നതടക്കമുള്ള ക്രമക്കേടിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് CBI. ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിലെ ജയ് ജലറാം സ്കൂൾ ഉടമ ദീക്ഷിത് പട്ടേലിനെ CBI ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇതോടെ നീറ്റ് ക്രമക്കേടിൽ വിവിധ സംസ്ഥാനങ്ങളിലായി അറസ്റ്റിലായവരുടെ എണ്ണം 28ആയി. പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേട് ആരോപണത്തിനു പിന്നാലെ വീണ്ടും നടത്തിയ നീറ്റ് UG പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് NTA. ആരോപണം നേരിട്ട 6 സെന്ററുകളിലെ 1563 വിദ്യാർത്ഥികൾക്കാണ് പുനഃപരിശോധന നടത്തിയത്. ഇവരിൽ 813 പേർ മാത്രമാണ് വീണ്ടും പരീക്ഷ എഴുതിയത്. ക്രമക്കേട് സംഭവിച്ച 6 നഗരങ്ങളിലും വ്യത്യസ്ത സെന്ററുകളിലായാണ് പരീക്ഷ നടന്നതും. അതേസമയം മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷയുടെ പുതുക്കിയ തീയതി ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധവും ശക്തമാവുകയാണ്.